പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും. ഒരിക്കൽ മദീനത്തെ പള്ളിയിൽ പുന്ന മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലെ അൻസാരിയായ ഒരു ചെറുപ്പക്കാരനെത്തി. മുത്തനബി വലിയ ധർമ്മിഷ്ഠനാണല്ലോ. അങ്ങനെ അദ്ദേഹം വന്നിട്ട് ചോദിക്കുകയാണ്, എന്തെങ്കിലും തരുമോ എന്ന്. മുമ്പിൽ നിൽക്കുന്ന ആളെ കണ്ടപ്പോൾ മുത്തനബി ശരിക്കൊന്നു നോക്കി. നല്ല ആരോഗ്യമുള്ള ശരീരം. പിന്നെന്തിനായിരിക്കും ഇയാൾ ഇങ്ങനെ മുമ്പിൽ വന്ന് യാചന നടത്തുന്നത്? തങ്ങൾ ചോദിച്ചു, നിങ്ങളെ വീട്ടിൽ വല്ലതുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഒരു പുതപ്പും ഒരു പാത്രവും ഉണ്ട്. എങ്കിലേ നിങ്ങളതെനിക്ക് തരുമോ? അദ്ദേഹം ഉടനെ പോയി അത് കൊണ്ടുവന്നു തങ്ങളെ കയ്യിൽ കൊടുത്തു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് ഉയർത്തിപ്പിടിച്ച് സദസ്സിനോട് ചോദിച്ചു, എൻ്റെ കയ്യിൽ നിന്ന് ആരാണിത് വാങ്ങുക? ഒരാൾ പറഞ്ഞു, ഒരു ദിർഹമിന് ഞാൻ വാങ്ങാം. തങ്ങൾ പറഞ്ഞു, അത് പോരാ, കുറച്ചുകൂടി കൂട്ടിയിട്ട് ആർക്കെങ്കിലും പറയാൻ പറ്റും? അപ്പോൾ മറ്റൊരാൾ പറഞ്ഞു, 2 ദിർഹമിന് ഞാൻ വാങ്ങിക്കൊള്ളാം. അങ്ങനെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കച്ചവടം ഉറപ്പിച്ചു. 2 ദിർഹം അൻസ്വാരിയായ ആ ചെറുപ്പക്കാരൻ്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ 1 ദിർഹം ഉപയോഗിച്ചിട്ട് കുടുംബത്തിനാവശ്യമായ ഭക്ഷണ സാധനങ്ങൾ വാങ്ങുക. ബാക്കി 1 ദിർഹം കൊണ്ട് ഒരു കോടാലിയും വാങ്ങണം. എന്നിട്ട് ആ കോടാലിയുമായിട്ട് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരൂ എന്ന് പറഞ്ഞു. അദ്ദേഹം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് പറഞ്ഞതുപോലെ തിരിച്ചു വന്നു. തങ്ങൾക്ക് കാണിച്ചു കൊടുത്തു. കോടാലി കണ്ടപ്പോൾ തങ്ങൾ തന്നെ അവിടുത്തെ വിശുദ്ധമാക്കപ്പെട്ട കൈകളെ കൊണ്ട് ഒരു മരത്തടിയിൽ ആ കോടാലി ഉറപ്പിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ കാട്ടിൽ പോയിട്ട് വിറക് ശേഖരിക്കണം. ആ വിറക് ശേഖരിച്ചിട്ട് നിങ്ങൾ അങ്ങാടിയിൽ കൊണ്ടുപോയി വിൽക്കണം. എന്നിട്ട് 15 ദിവസത്തിന് ശേഷം എന്നെ വന്ന് ഒന്നുകൂടി കാണണം. അയാൾ അതേ പ്രകാരം ചെയ്തു. 15 ദിവസം താൻ കാട്ടിൽ പോയി വിറക് വെട്ടി ശേഖരിച്ച് അങ്ങാടിയിൽ കൊണ്ടുവന്ന് വിറ്റ ക്യാഷുമായിട്ട് ഏകദേശം 15 ദിർഹവുമായിട്ട് അദ്ദേഹം മുത്തനബിയുടെ സവിധത്തിൽ വീണ്ടും തിരിച്ചെത്തി. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ സന്തോഷമായി. യാചന എന്നുള്ള സ്വഭാവം അയാളിൽ നിന്ന് പതിയെ മാറിത്തുടങ്ങിയിട്ടുണ്ടായിരുന്നു. തൻ്റെ ഒരു അനുയായിയെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഡിറ്റ് ചെയ്യുന്ന രൂപമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. തങ്ങൾ അദ്ദേഹത്തിന് വീണ്ടും നിർദ്ദേശം കൊടുത്തു, മോനെ, ഇപ്പോൾ കയ്യിൽ ക്യാഷൊക്കെ വന്നല്ലോ, ഇനി മണി മാനേജ്മെൻറ്റ് പഠിക്കണം. എങ്ങനെയാണ് സമ്പത്ത് കൈകാര്യം ചെയ്യേണ്ടത് എന്ന്. എന്നിട്ട് സ്വല്പം ക്യാഷ് എടുത്തിട്ട് അത്യാവശ്യമുള്ള വസ്ത്രം വാങ്ങാൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ കുറച്ച് ഭക്ഷണ സാധനങ്ങൾ കൂടി വീട്ടിൽ കരുതാൻ പറഞ്ഞു. കാരണം എന്താണെന്നറിയോ, എൻ്റെ കുഞ്ഞുമോനെ നാളെ മശ്ശറയിൽ യാചനയുടെ അടയാളവുമായി വരുന്നതിനെക്കാട്ടിലും എനിക്കിഷ്ടമായി ആരുടെ മുമ്പിലും ഒച്ചാനിച്ച് നിൽക്കാതെ അധ്വാനിച്ച് ജീവിക്കുന്നതാണ് എന്ന്. യാചന ഒന്നിനുള്ള പരിഹാരമല്ല. ആരോഗ്യമുണ്ടെങ്കിലേ അധ്വാനിക്കണം. വിയർപ്പിന് അല്ലാഹു തആല കൂലി തരും. മറ്റൊരിക്കൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ശറഫാക്കപ്പെട്ട കൈകൾ ഒന്ന് മുസാഫഹത്ത് ചെയ്യാനേ എല്ലാവരും ഇങ്ങനെ തിക്കും തിരക്കും കൂട്ടാണ്. ഓരോരുത്തരായി വന്നിട്ട് മുസാഫഹത്ത് ചെയ്യുന്നു, കൈപ്പിടിച്ച് മുത്തുന്നൊക്കെ ഉണ്ട്. അപ്പോഴാണ് തങ്ങൾ ശ്രദ്ധിച്ചത്, ഒരു ചെറുപ്പക്കാരൻ കുറച്ചങ്ങ് അകലെ മാറി നിൽക്കുന്നുണ്ട്. അയാൾക്കെന്തോ തങ്ങളുടെ അരികിലേക്ക് വരാനൊരു മടി പോലെ. മുത്തനബി കൈകൊണ്ട് അദ്ദേഹത്തെ അടുത്തേക്ക് വിളിച്ചു. അയാൾ ജാള്യതയോടെ വന്നു. തങ്ങൾ ചോദിച്ചു, എല്ലാവരും മുസാഫത്ത് ചെയ്യുന്നു, നിങ്ങളെന്താ മടിച്ചു നിൽക്കുന്നേ? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, തങ്ങളെ, എൻ്റെ കൈ കണ്ടില്ലേ, ഞാൻ കൂലിവേലെടുക്കുന്ന ആളാണ്. രാപ്പകലന്തിയോളം അധ്വാനിച്ചിട്ടേ കൈയിൻ്റെ സോഫ്റ്റൊക്കെ പോയിട്ടുണ്ട്, കൈ റഫായിട്ടുണ്ട്. അങ്ങയുടെ മൃദുലമായ കൈകളിലേ എൻ്റെ കൈ കൊണ്ടാൽ അങ്ങേക്ക് പ്രയാസമാകുമോ എന്ന് കരുതിയിട്ട് മുസാഫത്ത് ചെയ്യാതെ ഞാൻ മാറി നിന്നതാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വലിയ സന്തോഷമായി. തങ്ങളെ ആ റഫായ പരുക്കനായ ചെറുപ്പക്കാരൻ്റെ ആ 2 കൈകളിങ്ങനെ പിടിച്ച് തലോടിയിട്ടേ വലത് കൈ പിടിച്ച് ഉയർത്തിയിട്ട് സ്വഹാബികളോടായി പറഞ്ഞു,
നിങ്ങൾ ഈ കൈ കണ്ടോ? നാളെ സ്വർഗത്തിൽ പോകാനുള്ള കൈയാണിത്. തനിക്കും കുടുംബത്തിനും വേണ്ടി പകലന്തിയോളം കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടേ കയ്യിൽ തയമ്പ് വന്നതാ. ഇത് നാളെ നരകത്തിൽ പോകൂല, സ്വർഗത്തിലേ പോകൂ എന്ന്. എത്ര സുന്ദരമായിട്ടാണ് ഓരോരുത്തരെയും അള്ളാഹുവിൻ്റെ ഹബീബ് പ്രോത്സാഹിപ്പിക്കുന്നതും പ്രചോദിപ്പിക്കുന്നതും. അധ്വാനശീലമുള്ളവരാവുക. കുരുക്ക് വഴിയിലൂടെ മറ്റുള്ളവരെ പറ്റിച്ചുകൊണ്ട് കിട്ടുന്നതൊന്നും ഒരു കാലത്തും നമുക്ക് നിലനിൽക്കില്ല എന്നാണ്. ഹറാമിൽ നിന്നും മുളച്ചുണ്ടായതെല്ലാം ഹറാമിൻ്റെ പരിധിയിൽ തന്നെയാണ് പടച്ചവൻ കൂട്ടിച്ചേർക്കുക എന്നുകൂടി നമ്മൾ കൂട്ടി വായിക്കേണ്ടതുണ്ട്. അസ്സലാമു അലൈക്കും.